ഹലോ ഫ്രാൻസ്, വിളമ്പയ്ക്കയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു തേനീച്ച കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. കുഞ്ഞുമോൻ എന്നാണ്, ഒറിജിനലായിട്ട് പി.ടി. ചാക്കോ എന്നാണ് പറയുന്നത്. പിന്നെ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും, തേനീച്ച വളർത്തുന്ന കുഞ്ഞുമോൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഞാൻ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കലിനടുത്ത്, ഇരിട്ടി ഉളിക്കലിനടുത്ത് അറബി എന്ന് പറയുന്ന സ്ഥലത്തൊരു ആണ് ഞാൻ താമസിക്കുന്നത്. കർണാടകത്തിലേക്ക് തിരിയുന്ന ഒരു റോഡുണ്ട്, അറബിക്ക് തിരിയുന്ന കോളുത്തട്ട് അറബി എന്ന് പറയുന്ന സ്ഥലത്തോട്ട്. അവിടുന്ന് ആ ഏരിയയ്ക്കാണ് താമസിക്കുന്നത്. വീടിനടുത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ നിന്ന് തേനൊക്കെ മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. എൻ്റെ ചേട്ടനൊക്കെ ആദ്യത്തെ കുടിയേറ്റ കർഷകരിൽ ആദ്യമായിട്ടൊക്കെ വന്ന ഒരു ആളായിരുന്നു. ഞങ്ങളിവിടെ എൻ്റെ ചേട്ടൻ, എനിക്ക് ഇപ്പോൾ 60 വയസ്സുണ്ട്. എൻ്റെ ചേട്ടന് എനിക്ക് 2 വയസ്സുള്ളപ്പം ഇവിടെ 2-3 വയസ്സുള്ളപ്പോൾ ഇവിടെ തേനീച്ച വളർത്താൻ ആരംഭിച്ചതാണ്. അതിനുശേഷം ഞാനൊരു 12-13 വയസ്സുള്ളപ്പോൾ ഞാനും സ്വന്തമായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ടിപ്പം ഇത്രയും വർഷങ്ങളായി തേനീച്ച വളർത്തുന്ന നല്ലൊരു ബിസിനസ്സാണിത്. പിന്നെ ഇന്നത്തെ ചെറുപ്പക്കാർ പലരും ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കുത്തിനോടുള്ള പേടി കൊണ്ടായിരിക്കാം, അല്ല പഠിക്കാനുള്ള വിഷമം കൊണ്ടായിരിക്കില്ല, കുത്തിനോടുള്ള പേടി കൊണ്ടായിരിക്കും ഇന്നത്തെ ചെറുപ്പക്കാർ, പുതിയ തലമുറ ആരും ഇതിനെ വളർത്താൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഒരു കാലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പ്രസ്ഥാനമൊക്കെ നിന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് മറ്റു തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഈ തേനീച്ചയൊക്കെ വളർത്താൻ പറ്റും. പിന്നെ ഇത് നല്ലോണം പഠിക്കണം. പഠിക്കാതെ ഒരു കാരണവശാലും ഇതിനെ വളർത്താൻ പറ്റത്തില്ല. പിന്നെ ഇത് മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ തൊഴിൽ തേടി അലഞ്ഞു പോകുന്ന സമയത്തിന് ഇവിടെ സ്വന്തം പറമ്പിലും അല്ലാതെ മറ്റുള്ള പറമ്പിലും അടുത്ത പറമ്പിലും ഒക്കെ വെച്ച് ആണെങ്കിൽ വളർത്താൻ പറ്റും. ഈച്ചയൊക്കെ 2500 രൂപ ഒക്കെ കൊടുത്താൽ ഇഷ്ടംപോലെ ഈച്ചയും പെട്ടി അടക്കം കിട്ടാനുണ്ട്. തേനിനാണെങ്കിൽ ഒരു നല്ല വിലയുണ്ട്. വിദേശ രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ തേനിപ്പം കയറ്റിയൊക്കെ വിടുന്നുണ്ട്. അതുകൊണ്ട് സാധിക്കുന്ന അത്ര ആൾക്കാർ ഇത് വളർത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്കൊരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 2016 പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെ എല്ലാം ആയിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത്രയും ഈ നാട്ടിൽ ആദ്യം തുടങ്ങി വളർത്തുന്നതായതുകൊണ്ട്. പിന്നെ നമ്മുടെ ജ്യേഷ്ഠനായിരുന്നു ഇവിടെ ആദ്യമേ വളർത്തിക്കൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ 300 കൂടുണ്ട്. 300 കൂടും കുറേ ചെറുതേൻ്റെ പെട്ടിയുണ്ട്, ഒരു 100 ചെറുതേൻ്റെ പെട്ടി. അപ്പോൾ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തികച്ചും തേന് ഇവിടെ തന്നെ വിറ്റഴിയുന്നതാണ്, വേറെ എങ്ങും പോകാതെ തന്നെ. ഇവിടെ ഈ വർഷം അത് തീരുവാണ് ചെയ്ത്, നേരത്തെ തന്നെ തീരുവാണ് ചെയ്ത്. അതുപോലെ തേനിനൊക്കെ ചിലവുണ്ട്. ഇത് പുതിയ തലമുറ ഇത് ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെറിയ പെട്ടി ഇതിലൊക്കെ തേനൊക്കെ ആക്കി തുടങ്ങി. ഇത് മറ്റേ പോലെയല്ല, ഈച്ച അടയൊക്കെ വണ്ണം വെപ്പിച്ചു. മറ്റേതുമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ഫ്രെയിമാണ്. ഇതിനകത്ത് തേൻ അധികം സ്റ്റോക്ക് വരത്തില്ല. അതുകൊണ്ടാണ് ഈ പെട്ടിക്ക് പൊതുവെ വിലക്കുറവാണ്. ഈ പെട്ടിക്ക് കുറച്ച് പഞ്ചസാര കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇത് ആദ്യമേ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കണമെങ്കിൽ ഇതിന് പഞ്ചസാര കൊടുക്കണം. അതായത് തേനെടുക്കാൻ വേണ്ടിയല്ല പഞ്ചസാര കൊടുക്കുന്നത്, ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കാൻ വേണ്ടിയാണ് പഞ്ചസാര കൊടുക്കുന്നത്. അതായത് ദൈവം സൃഷ്ടിച്ച ഈ ഒരു ജീവി മാത്രം തീറ്റ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ തീറ്റ കൊടുക്കേണ്ടി വരുന്നത്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ആണ് അങ്ങനെ കൊടുക്കേണ്ടി വരുന്നത്. നേരത്തെ നമ്മുടെ നാട്ടിൽ കശുമാവും തോട്ടവും ഒക്കെ ആയിരുന്നു. ഇപ്പം റബ്ബർ തോട്ടവും ഒക്കെ ആയി. പിന്നെ ഇലയൊക്കെ വീണ് സസ്യങ്ങളൊക്കെ നശിച്ചു പോയി. പൂക്കളുണ്ടാകുന്ന സസ്യങ്ങളെല്ലാം നശിച്ചു പോയതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പഞ്ചസാര കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ കപ്പ കൃഷിയില്ല. കപ്പ കൃഷി ഉണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര കൊടുക്കേണ്ടി വരില്ല. അതുപോലെ തേനുണ്ട് കപ്പയ്ക്ക്. ഇപ്പം കൃഷികളൊന്നുമില്ല. അതുകൊണ്ട്
നമ്മൾ കുറച്ച് പഞ്ചസാരയൊക്കെ കൊടുക്കേണ്ടി വരും. പെട്ടി നോക്കണം, ശരിക്കും നോക്കാൻ പഠിക്കാതെ പെട്ടി വളർത്താൻ. ഇത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കണക്കുകളും കാര്യങ്ങളും, റാണി വിരിയുന്നതും റാണി പുറത്തു പോകുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പഠിക്കുകയില്ല. ഇനി എത്ര പഠിച്ചാലും ഈച്ച കുത്തുമ്പം പേടിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ വളർത്താൻ പറ്റത്തില്ല. ഇത് 10-15 ദിവസമെങ്കിലും പ്രാക്ടിക്കലായിട്ട് പഠിക്കണമെങ്കിൽ മാത്രമേ ശരിക്കും വളർത്താൻ പറ്റുള്ളൂ, പൂർണ്ണമായിട്ട് വളർത്താൻ പറ്റുള്ളൂ. നമ്മളൊക്കെ 48 വർഷമായി തുടങ്ങിയത്. എനിക്ക് 2-3 വയസ്സുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ തേനീച്ച വളർന്നുകൊണ്ടിരുന്നത്. അത് കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇതും ഒരു ചെറിയ വീട്ടിൽ ഇതൊക്കെ വലിയ വീട്ടിൽ. ഇതൊരു പുതിയ അടയാണ്. ഈച്ച ഇതുവരെ വിരിഞ്ഞിട്ടില്ലാത്ത അടകളാണ് ഇതൊക്കെ. ഇതിനകത്ത് 1-2 പ്രാവശ്യം ഈച്ച വിരിഞ്ഞാണ്, അതുകൊണ്ടാണ് ഈ അടയ്ക്ക് കറുപ്പുള്ളത്. ഒരു ഈച്ചയിൽ 3 സൈസ് ജീവിയാണുള്ളത്. ഒന്ന് റാണി, അത് പെണ്ണാണ്. ഒന്ന് അരസൻ, അതാണാണ്. പിന്നെ ഈച്ചയും പെണ്ണാണ്. ഒരു കൂട്ടിൽ തന്നെ 3 സൈസ് ജീവികളാണ്. 2 എണ്ണം പെണ്ണും 1 എണ്ണം ആണും. ആണീച്ച എൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സാധനമാണ്. ഇതാണ് ആണീച്ച. ഇത് ജീവിതത്തിൽ ഒരിക്കൽ റാണിയായിട്ട് ഇണചേരാൻ വേണ്ടിയുള്ളൊരു ജീവിയാണിത്. ഒരു ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ റാണി ഇണചേരത്തുള്ളൂ. ജനിച്ച് 5-ൻ്റെയും 7-ൻ്റെയും ഇടയ്ക്കൊരു ദിവസം. അപ്പം അന്ന് ഒരു ആരോഗ്യമുള്ള റാണി 4-5 അലസനുമായിട്ട് വരെ ഇണചേരും. അതിനുശേഷം അത് കൂട്ടിലോട്ട് തിരിച്ചു വരും. കൂട്ടിൽ നിന്നല്ല ഒരിക്കലും റാണി ഇണയായിരുന്നു, പുറത്തു പോയിട്ട്. കൂട്ടിൽ നിന്ന് 60 സെൻറ്റിഗ്രേഡ് ചെരിഞ്ഞ് 25 മീറ്റർ ഉയർത്തി വെച്ചിട്ടാണ് റാണി ഇണയായിരുന്നത്. റാണി ഇണ ചേർന്ന് കഴിഞ്ഞ് അന്നേരം തന്നെ കൂട്ടിൽ തിരിച്ചു വരും. അത് കഴിഞ്ഞ് ജനിച്ച് 12-ാമത്തെ ദിവസം റാണി മുട്ടയിടാൻ തുടങ്ങും. അപ്പം ജീവിതത്തിലേക്ക് ആവശ്യമുള്ള ബീജം അന്ന് സംഭരിക്കും. പിന്നെ ഒരിക്കലും റാണി ഇണയായിരുന്നില്ല. റാണിക്ക് 5 വർഷത്തെ ആയുസാണ്. റാണിക്ക് 5 വർഷത്തെ ആയുസ് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈച്ചക്കിട്ടിയ അതേ മുട്ട തന്നെയാണ് റാണിക്ക് വേണ്ടി എടുത്തു വെച്ചേക്കുന്നത്, റാണി വിരിഞ്ഞത്. റോയൽ ജെല്ലി എന്ന് പറഞ്ഞൊരു വസ്തു 3 മുതൽ 7 ദിവസം വരെയുള്ള റാണി ഈച്ചകളുടെ മുതുകത്തു നിന്ന്, തലയുടെ മുകൾവശത്തു നിന്ന് ഒരു ദ്രാവകം ഉണ്ടാകും. ആ ദ്രാവകം എടുത്ത് റാണിക്ക് കൊടുക്കും. അതാണ് റോയൽ ജെല്ലി. ആ റോയൽ ജെല്ലി മനുഷ്യൻ കഴിക്കുവാണെങ്കിലും മനുഷ്യന് ഇതുപോലെ ആയുസ് കിട്ടും. അതായത് 6 മാസത്തെ ആയുസുള്ള ഒരു ജീവിയാണ് 5 കൊല്ലം ജീവിച്ചിരിക്കുന്നത്. മനുഷ്യനും ഇത് കഴിച്ചാൽ മനുഷ്യനും ഇതുപോലെ ആയുസ് കിട്ടും. അത് ഈ മുട്ടയൊക്കെ വിരിയുന്ന സമയത്ത് വന്നാൽ അത് നമ്മളെല്ലാവർക്കും കൊടുക്കലുണ്ട്. അത് നല്ലൊരു ആഹാരമാണ്. ചെറിയൊരു പുളിരസമുള്ളൊരു ദ്രാവകമാണ്. അതുകൊണ്ടാണ് 6 മാസം ആയുസുള്ള ജീവി 5 കൊല്ലം ജീവിക്കുന്നത്, റോയൽ ജെല്ലി തിന്നതുകൊണ്ട് മാത്രം. പിന്നെ ഇതൊന്നുമല്ല, ഇത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറയാൻ, ഒരുപാട് കണക്കുകൾ. ഇതിന് ഈച്ച വിരിയുന്ന, റാണി വിരിയുന്ന ഒക്കെ ഒരുപാട് കണക്കുകളുണ്ട്.